എല്ലാവർക്കും തന്നെ ഇൻസ്പയർ സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സൈക്കോളജിസ്റ്റുകൾ പലപ്പോഴും പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പാസ്റ്റിനെ കുറിച്ച് ഒരു വ്യക്തി പാസ്റ്റിൽ എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു രീതികൾ എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. സൈക്കോളജിസ്റ്റുകൾ മാത്രമല്ല, പലപ്പോഴും പോലീസുകാർ അങ്ങനെയുള്ള ആളുകളും ഒരു വ്യക്തിയുടെ പാസ്റ്റ്, ഒരു ക്രിമിനലിനെ മനസ്സിലാക്കുമ്പോൾ അയാളുടെ പാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളൊരു സ്പിരിച്വൽ ട്രഡീഷനിലേക്ക് വരികയാണെങ്കിൽ ആത്മീയമായിട്ടും ഒക്കെ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ കർമ്മ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ മനസ്സിലാക്കുന്നുണ്ട്. അവന്റെ കർമ്മഫലമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. കർമ്മം കൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു ജീനിയോളജി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീൻ വഴി അല്ലെങ്കിൽ പൂർവ്വപിതാക്കളിൽ നിന്ന് ചില സ്വഭാവ സവിശേഷതകൾ ആ വ്യക്തി സ്വന്തമാക്കി എന്നൊക്കെ സ്ഥാപിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പൊ ഇതെല്ലാം പല രീതിയിൽ മനുഷ്യന്റെ പാസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ചില ശ്രമങ്ങളാണ്. അതിനിടയിൽ സയന്റിഫിക് ആയിട്ടുള്ള ചില മെത്തേഡുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ചില അന്ധവിശ്വാസപരമായിട്ടുള്ള മെത്തേഡുകളൊക്കെ കാണാം. ഇതെല്ലാം എന്താണ് മനുഷ്യൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ക്യൂരിയോസിറ്റിയിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് മെയിൻ ആയിട്ട് പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്യൂരിയോസിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് പാസ്റ്റിലേക്ക് പോവുക എന്ന് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അപ്രോച്ചായ സൈക്കോ അനാലിസിസിൽ മെയിൻ ആയിട്ട് ഡ്രീം അനാലിസിസ് ആണ് അവർ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് ഫ്രീ അസോസിയേഷൻ എന്നൊരു ടെക്നിക്കും കൂടെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കടന്നുകൂടാനായിട്ടാണ് ഇവിടെ ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ശ്രമിക്കുന്നത്. സൈക്കോ അനാലിസിസ് അതിലൂടെ അദ്ദേഹത്തിന്റെ പാസ്റ്റിനെ തിരിച്ചറിയുകയും ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾ, പാസ്റ്റിനുണ്ടായ അദ്ദേഹം ഓർക്കാത്ത, അതല്ലെങ്കിൽ അദ്ദേഹം മൂടി വെച്ചിട്ടുള്ള, അത് കോൺഷ്യസ് ആയിട്ടല്ല അൺകോൺഷ്യസ് ആയിട്ട് മൂടി വെച്ചിട്ടുള്ള, ഓർക്കാൻ ഇഷ്ടപ്പെടാത്തുള്ള ചില ഓർമ്മകളെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഈ ഓർമ്മകളെ മനസ്സിലാക്കുന്നത് വഴി അതിൽ നിന്ന് ഒരു ഇൻസൈറ്റ് സ്വീകരിച്ച് ഇപ്പോഴത്തെ ബിഹേവിയറിനെ മാറ്റുന്ന രീതിയാണ് ഒരു സൈക്കോ അനലിസ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് കാണാം. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന വേറൊരു അപ്രോച്ചാണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്തു തന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു ബാഡ് ബിഹേവിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല ബിഹേവിയർ ആയിരിക്കാം, ഒരു അൺവാണ്ടഡ് ബിഹേവിയർ, ആൽക്കഹോളിസം, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് അഡിക്ഷൻ. അപ്പൊ അത് അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്തു വന്നത് ഒരു ഹാബിറ്റ് ഫോർമേഷനിലൂടെയാണ്. ഒരു സീരീസ് ഓഫ് ആക്ഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നത് വഴിയാണ് ആ വ്യക്തിയിൽ ആ ഒരു ബിഹേവിയർ ഫോം ചെയ്തു വന്നത്. അതുകൊണ്ട് തന്നെ അതിനെ റീകണ്ടീഷൻ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ആക്ഷനിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പ്രത്യേക സ്വഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബാഡ് ബിഹേവിയറിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുമെന്നാണ് ബിഹേവിയറിസ്റ്റ് പറയുന്നത്. അത് അൺകോൺഷ്യസ് മൈൻഡിനെ അവര് പാടെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സീരീസ് ഓഫ് ആക്ഷൻസിനോടുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഇവർ ബിഹേവിയറിനെ കാണുന്നത്. പിന്നീട് വരുന്നത് കൊഗ്നിറ്റീവ് ബിഹേവിയേഴ്സ്, കൊഗ്നിറ്റീവ് അപ്രോച്ചാണ്. ഈ കൊഗ്നിറ്റീവ് അപ്രോച്ചിൽ ഒരു വ്യക്തിയുടെ തിങ്കിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില ഐഡിയാസ്, അദ്ദേഹത്തിന് മുന്നുണ്ടായ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ഐഡിയാസ് വെച്ചാണ് അദ്ദേഹം സിറ്റുവേഷനിനോട് റിയാക്ട് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് ഇവരൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്കറിയാം പല രീതിയിൽ പല ഇൻവെസ്റ്റിഗേറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ പഠിക്കാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഈ അപ്രോച്ചുകളിലെല്ലാം കാണുന്നത് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് അപ്രോച്ച് സ്വീകരിക്കുന്നത് ഒരു വ്യക്തിയുടെ പാസ്റ്റിലേക്ക് പോയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പാസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് സംഭവിച്ചൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലേക്ക് ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം തന്റെ ബിഹേവിയറിനെ മാറ്റാനായിട്ട് ശ്രമിപ്പിക്കുന്ന ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് നമുക്ക് അവിടെ കാണാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് പല രീതിയിൽ സൈക്കോളജിസ്റ്റുകൾ പാസ്റ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ എന്തിനാണ് ഇവർ ഒരു വ്യക്തിയുടെ പാസ്റ്റ് ലൈഫിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മുടെ പാസ്റ്റ് ലൈഫിലേക്ക് പോകുന്നത്? ഇപ്പൊ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്നിക്കുകളിലൂടെ, അങ്ങനെയുള്ള ചില സ്പിരിച്വൽ പ്രാക്ടീസുകളിലൂടെയൊക്കെ പാസ്റ്റിലേക്ക് പോകാനായിട്ടൊക്കെ ആളുകൾ സാധിക്കുന്നുണ്ട്. ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ആന്തരിക സൗഖ്യ ധ്യാനം എന്ന് പറയുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസുകളിലേക്ക് ഡിഗ് ചെയ്തു പോകാനുള്ള ചില വഴികൾ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോ തെറാപ്പിറ്റിക് ഹീലിംഗ് ദ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്നത് വഴി ഒരു എക്സ്പീരിയൻസ്, ഒരു ഗുഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയറിലേക്ക് വരാൻ പറ്റുന്നതെന്ന് സാധിക്കും. അപ്പൊ എന്തിനാണ് ഇവരെല്ലാം പാസ്റ്റിലേക്ക് പോകുന്നത്?
കാരണം നമ്മുടെ ബിഹേവിയറിന്റെ പല കാരണങ്ങളും ഇരിക്കുന്നത് ഈ പാസ്റ്റിലാണ്. എങ്ങനെയായിരുന്നു നമ്മുടെ പാസ്റ്റ് എന്ന് നമ്മളും എന്തിനാണ് മനസ്സിലാക്കുന്നത്? ആ പാസ്റ്റിനെ നമ്മുടെ പ്രസന്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ പ്രസന്റിനെയും പാസ്റ്റിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് ഈ വിധത്തിലുള്ള ഒരു അപ്രോച്ച് സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ഒക്കെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പാസ്റ്റിനെ മനസ്സിലാക്കുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തെറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ പാസ്റ്റിനെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബിഹേവിയറിനെ നമുക്ക് ആവശ്യമുള്ള പോലെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോകാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പോൾ നമുക്ക് റീഡിംഗ് പോലുള്ള അല്ലെങ്കിൽ ഇൻട്രാ പേഴ്സണൽ എക്സസൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഹിപ്നോസിസ്, സെൽഫ് ഹിപ്നോസിസ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ അങ്ങനെയുള്ള ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പാസ്റ്റിനെ മനസ്സിലാക്കുവാനായിട്ട് വേണമെങ്കിൽ ശ്രമിക്കാം. നമുക്ക് എത്രത്തോളം അതിൽ സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എത്രത്തോളം സക്സസ് ആവാൻ പറ്റുമോ ആ ഒരു സക്സസ് ആവാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആ ഒരു പാസ്റ്റിനെ നമ്മുടെ ഒരു പ്രസന്റ് ലൈഫായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് നമ്മളെ തന്നെയുള്ള ഒരു ഉൾബോധ്യം കൊണ്ടുവന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കാം നമ്മൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയില്ലേ എന്നുള്ളത്. പക്ഷെ ഈ ഭയം എന്ന് പറയുന്നത് നമ്മുടെ നോളജ്, നമ്മുടെ ഒരു നമ്മളെ കുറിച്ച് തന്നെ ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഹിബിഷനാണ്. ഈ ഇൻഹിബിഷനെ നമ്മൾ മറനീക്കി നമ്മുടെ പാസ്റ്റിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഒരു ഇൻസൈറ്റ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ, ഇപ്പൊ ഒരു വെളിച്ചമില്ലാത്ത ഒരു റൂമിലേക്ക് നമ്മുടെ മനസ്സാകുന്ന ഒരു ഉള്ളറയിലേക്ക് ഒരു വെളിച്ചം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെ ലൈറ്റ് തെളിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഡെയിലി അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയും നമ്മുടെ പാസ്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു പ്രസന്റ് മാനായി ഒരു മീനിങ് ഫുള്ളി പ്രസന്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.